വലിയ വോട്ട് കൊള്ളയാണ് CPM നടത്തുന്നത്. അതിലൂടെ അധികാരത്തിൽ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് CPM പ്രവർത്തിക്കുന്നത്. 6 വോട്ടുകൾ, അതിൽ 6 വോട്ടുകളും അതേ വോട്ടർമാർക്ക് മറ്റ് വാർഡുകളിലും വോട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഡിലീറ്റ് ചെയ്തത് പുറമെ വന്നതിന് ശേഷം വീണ്ടും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ വോട്ട് വീണ്ടും അത് കടന്നുകൂടിയിട്ടുണ്ട്. വഞ്ചൂര് ഡിവൈഎഫിയുടെ നേതാവായിട്ടുള്ള മകേഷിൻ്റെ വീട്ടിൽ 18 പേര് അനധികൃതമായി വോട്ട് ചേർത്തിരുന്നു. ഈ രീതിയിൽ വഞ്ചൂര് അത് 7000 വോട്ടുള്ളിടത്ത് 700-800 വോട്ട് ഇത്തരത്തിലുള്ള കള്ള വോട്ട് ചേർത്തിരിക്കുന്നുള്ള 10% കള്ള വോട്ട് ചേർന്ന് പറയുമ്പോൾ. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് പിന്നാലെ CPM വ്യാപകമായി കള്ള വോട്ടുകൾ ചേർക്കുന്നതായുള്ള ആരോപണവും പരാതിയുമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചൂരിൽ ഇത്തരത്തിൽ ആയിരക്കണക്കിന് കള്ള വോട്ടുകൾ CPM വ്യാപകമായി ചേർത്തതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയനാണ്. ഇതിനെതിരെ പ്രതികരണവുമായി അല്ലെങ്കിൽ പരാതിയുമായി നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. വലിയ വോട്ട് കൊള്ളയാണ് CPM നടത്തുന്നത്. ജനാധിപത്യത്തിൻ്റെ പവിത്രതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വലിയ വോട്ടുകളാണ്. അതിലൂടെ അധികാരത്തിൽ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് CPM പ്രവർത്തിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരം നഗരസഭയിൽ വ്യാപകമായിട്ടുള്ള വോട്ട് കൊള്ള നടക്കുകയാണ്. അതിലേറ്റവും രൂക്ഷമായിട്ടുള്ളത് വഞ്ചൂരാണ്. വഞ്ചൂര് വാർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണ്ടായുസവും ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് 2015 ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി ശ്രീ ബാബു ജയിച്ചത്. 2020 അദ്ദേഹത്തിൻ്റെ മകൾ ജയിച്ചതും അങ്ങനെ തന്നെയാണ്. 25 ജയിക്കാൻ ശ്രമിക്കുന്നതും ആ തരത്തിലൂടെയാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണങ്ങളാണ് ഞങ്ങളിന്ന് പുറത്തുവിടുന്നത്. ഇപ്പോൾ വഞ്ചൂർ വാർഡിലെ ബീന മഹാദേവൻ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് മേധാവി P. വിജയൻ്റെ സഹധർമ്മിണിയാണ്. അവരുടെ കുടുംബ വീട്ടിൽ 6 വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. അവരിപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. 6 വോട്ടുകൾ, അതിൽ 6 വോട്ടുകളും അതേ വോട്ടർമാർക്ക് മറ്റ് വാർഡുകളിലും വോട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതിൽ വഞ്ചൂര് ബാബുവിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള PA ആയിട്ടുള്ള അജിത് പ്രസാദിൻ്റെ മകൾ വിചിത്രയ്ക്കും ആ കൂട്ടത്തിൽ വോട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗം ഒന്നുകിൽ ഇതിന് കൂട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ ഏറ്റവും വലിയ വീഴ്ചയാണ് ഇത്. രണ്ടാമത്തത്, ബാബുവിൻ്റെ വീട്ടിൽ തൊട്ടടുത്ത്, വഞ്ചൂര് ബാബുവിൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള പൗർണമി എന്ന വീട്ടിൽ 5 വോട്ടാണ്. അവിടെ വിവേക് പത്മനാഭൻ തമ്പി എന്ന ഒരു വോട്ടർ മാത്രമാണ് അവിടെ താമസം. നമ്മുടെ BJPയുടെ മുൻ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിയായിരുന്ന ജയലക്ഷ്മിയുടെ വീട്ടിൽ അവിടെ നേരത്തെ തന്നെ അനധികൃതമായി വോട്ട് ചേർത്തിരുന്നു. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിലീറ്റ് ചെയ്തു. സെപ്റ്റംബർ 2 ഇറങ്ങിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഡിലീറ്റ് ചെയ്തതായി വന്നു. പക്ഷേ ഒക്ടോബർ 25 ഇറങ്ങിയ സമയത്ത് അത് ഒരു വോട്ട് കൂടെ കൂടി. ഡിലീറ്റ് ചെയ്തത് പുറമെ വന്നതിന് ശേഷം വീണ്ടും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ വോട്ട് വീണ്ടും അത് കടന്നുകൂടിയിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്തത് ചെയ്തു, അതിനുശേഷം വീണ്ടും ഡിലീറ്റ് ചെയ്തത് കൂടാതല്ല, ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒക്ടോബർ 25 ഇറങ്ങിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ മുഹമ്മദ് റിയാസ് എന്ന ആൾ വീണ്ടും അത് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഏകദേശം 20ഓളം പേര് ഈ വഞ്ചൂര് വാർഡിൽ വോട്ടർ, അത് അവർക്ക് വേറെ വോട്ടുണ്ട്. പക്ഷേ അവരെ വോട്ടർ ഈ ഫോട്ടോയിൽ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോട്ടോ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അവരെ യൂണിഫോം ഇട്ടുള്ള ഫോട്ടോയാണ്. അതാണ്. അതോടൊപ്പം തന്നെ വഞ്ചൂര് ഡിവൈഎഫിയുടെ നേതാവായിട്ടുള്ള മകേഷിൻ്റെ വീട്ടിൽ 18 പേര് അനധികൃതമായി വോട്ട് ചേർത്തിരുന്നു. അത് BJP പരാതി കൊടുത്തു. അത് 18 എന്നുള്ളത് 20 പേരാക്കിയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഈ രീതിയിൽ വഞ്ചൂര് അത് 7000 വോട്ടുള്ളിടത്ത് 700-800 വോട്ട് ഇത്തരത്തിലുള്ള കള്ള വോട്ട് ചേർത്തിരിക്കുന്നില്ല. 10% കള്ള വോട്ട് ചേർന്ന് പറയുമ്പോൾ ഇത്രയും ധൈര്യമായി ചെയ്യാൻ അവർക്ക് ഭരണ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ശക്തമായ പിന്തുണ ഉണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. ഇതുപോലെ തന്നെ
വിചിത്ര ഞാൻ നേരത്തെ പറഞ്ഞു അജിത് പ്രസാദിൻ്റെ മകളാണ്. വിഷ്ണു വഞ്ചൂര് അദ്ദേഹത്തിന് വോട്ടുണ്ട്, അല്ല ശ്രീകണ്ഠ യഥാർത്ഥ വോട്ട്, പഴയ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ശ്രീകണ്ഠ വോട്ട്. പുതിയ ഇപ്പോൾ വന്നിറങ്ങിയാൽ വഞ്ചൂർ വോട്ടുണ്ട്, അത് പുതിയ രൂപത്തിൽ, അത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ. ഇതുപോലെ തന്നെ ക്ലാരൻസ് കുന്നൂരിൽ വോട്ടുണ്ട്, ഇതേ ക്ലാരൻസിന് വഞ്ചൂര് വോട്ടുണ്ട് ഇപ്പോൾ. എന്നിങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്കിപ്പം അങ്ങോട്ട് അയച്ചു തരാം. ഞാനത് ഇത് വലിയൊരു വോട്ട് കൊള്ളയാണ്. ഇത് പല പ്രദേശങ്ങളുണ്ടെങ്കിലും വഞ്ചൂരാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം. ധാർമ്മികമായ ഇലക്ഷൻ പ്രവർത്തനം, ധാർമ്മികമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. എന്താണ് BJP എന്താണ് ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്? BJP ആവശ്യപ്പെടുന്നത് ഇത്തരം വോട്ട് ചെയ്യാൻ, ഇരട്ടിപ്പ് വോട്ട് ചെയ്യാൻ BJP സമ്മതിക്കില്ല. അതിനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരാൾക്ക് ഒരു വോട്ട്, അത് യഥാർത്ഥത്തിൽ എവിടെയാണോ വഞ്ചൂർ വോട്ട്, ഈ പറഞ്ഞ വോട്ടുകളൊന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെയൊക്കെ യഥാർത്ഥ വോട്ടുകൾ ശ്രീകണ്ഠേശ്വരം വാർഡും ചാലയിലും കുന്നൂരിലും ഉള്ളപ്പോൾ ഇവിടെ അനധികൃതമായ വോട്ട് ചെയ്യാൻ നമ്മൾ ചർച്ച ചെയ്യും. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ BJP ആവശ്യം. പ്രധാനമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വഞ്ചൂർ വാർഡിലാണോ ഈ ഇത്തരത്തിൽ കൂടുതൽ നടക്കുന്നത്? ഏറ്റവും കൂടുതൽ 10% വോട്ട് അങ്ങനെ ചേർത്തിരിക്കുക. 7000-ൽ 10% എന്ന് പറയുമ്പോൾ അതാണല്ലോ, 700ഓളം വോട്ടാണ് ചേർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്ന വഞ്ചൂർ വാർഡാണ്. BJP 2015 തോറ്റത് ഒരു വോട്ടിനാണ്. പക്ഷേ ഈ ഇത്രയും വോട്ട് അന്ന് 400-ലധികം വോട്ട് ചേർത്തിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇപ്പോൾ 2020 നമ്മൾ BJP തോറ്റത് 200 പരം വോട്ടിനാണ്. അവിടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. 25 ആവർത്തിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടണം. ഇപ്പോൾ പ്രധാനമായും വഞ്ചൂർ വാർഡിലെ ഇത്തരത്തിലൊരു കൊള്ളയാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വാർഡിലേക്ക് കൂടി അന്വേഷിക്കുകയാണ് എങ്കിൽ അത് ഭീകരമായിരിക്കും, ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഭീകരമായിരിക്കുന്നതാണ്. കാരണം അത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. പല ഭാഗത്തുമുണ്ട്. ഇപ്പോൾ ചാലിൽ ഉണ്ട്. ചാല വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥി SKP രമേശ് മത്സരിക്കുന്ന ചാല വാർഡിലും ഇതുപോലെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി അവിടെ ചെന്ന സമയത്തും അവർ ആ ലിസ്റ്റ് കൃത്യമായി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെയാണ്. പക്ഷേ ഞങ്ങൾ ഇത് അത്യാവശ്യമായി ഇത് പൊതുസമൂഹം അറിയണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് തന്നെ പത്രസമ്മേളനത്തിൽ കൂടെ ഇത് പുറത്തുവിട്ടത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? എങ്ങനെയാണ് നിയമ നടപടി മുന്നോട്ട് പോകും? ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുക്കും. കമ്മീഷൻ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 45 വർഷമായി CPM തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം നിലനിർത്തുന്നത് വോട്ടിംഗ് ക്രമക്കേടുകളിലൂടെയാണ് എന്നതിന് തെളിവാണ് ഇത് എന്നും സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയുടെ പത്നിയുടെ വീട്ടിൽ വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ഗുരുതരമായ വിഷയമാണ് എന്നും കരമന ജയൻ പറയുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.